Hello students. In the last class, we were discussing about the process of photosynthesis in higher plants. Today we are going to discuss about the photosynthetic pigments which help in the process of photosynthesis. Photosynthesis എന്ന പ്രോസസ്സിന് raw materials ഏതൊക്കെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, light and the photosynthetic pigment called chlorophyll. Plants photosynthetic pigments ഉള്ളതുകൊണ്ടാണ് അതിന് ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. So what are the photosynthetic pigments present in the higher plants? What are photosynthetic pigments? Pigments are colored substances which are able to absorb a particular wavelength of light. Light in a particular wavelength absorb cheyan kazhivulla colored substances neയാണ് pigments ennu vilikkunnathu. So what are the pigments present in higher plants? Higher plants il edokka photosynthetic pigments aanu kaanapedunnathu. Higher plants il ningalku ariyam green parts participate in photosynthesis. ഒരു പ്ലാന്റിന്റെ ഗ്രീൻ പാർട്ടുകളാണ് ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. So of course, chlorophyll is one of the most important photosynthetic pigment present in higher plants. Plants-ൽ ലീവ്സിലൊക്കെ കണ്ടുവരുന്ന photosynthetic pigmentsന്റെ മേജർ ആയിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കളർ ഗ്രീൻ കളറാണ്. So we can separate the photosynthetic pigments present in the green leaves of the plants. Plants-ൽ കണ്ടുവരുന്ന photosynthetic pigmentകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും അഥവാ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. Photosynthetic pigments are separated using a technique called chromatography. Chromatography. So this is a technique which is used to separate the photosynthetic pigments present in leaves. ഒരു പ്ലാന്റിന്റെ ലീവ്സിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന അവസരത്തിൽ ഗ്രീൻ ലീവ്സ്, ഹയർ പ്ലാന്റ്സിന്റെ ഗ്രീൻ ലീവ്സ് ക്രഷ് ചെയ്ത് അതിന് ലീഫിന്റെ ജ്യൂസ് എടുക്കുന്നു. ലീഫ് ജ്യൂസ് ഒരു പ്രത്യേകതരം ക്രോമാറ്റോഗ്രാഫിക് പേപ്പറിൽ ലോഡ് ചെയ്യുന്നു. ഈ ലോഡ് ചെയ്ത ലീഫിന്റെ എക്സ്ട്രാക്റ്റില് 4 പിഗ്മെന്റ്സ് ആണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നത് ഈ എക്സ്പെരിമെന്റിന്റെ അവസാനത്തെ ഒബ്സർവേഷനിലൂടെയാണ്. ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന അവസരത്തിൽ നമ്മൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈഥൈൽ ആൽക്കഹോളും അസറ്റോണും ഒരു പ്രത്യേക റേഷ്യോയിൽ ചേർത്തിട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ. ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേകതരം പേപ്പറിലാണ് ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ലീഫിന്റെ എക്സ്ട്രാക്ട് നമ്മൾ ലോഡ് ചെയ്യുന്നു. ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നു. ഇതില് സോൾവെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈഥൈൽ ആൽക്കഹോളും അസറ്റോണും ഒരു പ്രത്യേക റേഷ്യോയില്. ഇവിടെ ഈ ഓർഗാനിക് സോൾവെന്റ് ഈഥൈൽ ആൽക്കഹോളും അസറ്റോണും ചേർന്നിരിക്കുന്ന ഓർഗാനിക് സോൾവെന്റില് ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകൾക്കെല്ലാം തന്നെ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. The photosynthetic pigments are not soluble in water. They are insoluble in water. Photosynthetic പിഗ്മെന്റുകൾ വെള്ളത്തിൽ അലിയില്ല. പകരം അതിന് ഓർഗാനിക് സോൾവെന്റുകളിൽ, പ്രത്യേകിച്ച് ഈഥൈൽ ആൽക്കഹോളും അസറ്റോണും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം ഓർഗാനിക് സോൾവെന്റുകളിൽ ഇതിന് ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അഥവാ they are soluble in photosynthetic pigments are soluble in organic solvents, but they are insoluble in water. അപ്പൊ ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ലീഫ് എക്സ്ട്രാക്റ്റിലുള്ള പിഗ്മെന്റുകൾ, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്, അതായത് ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസസ് 4 ലേയേഴ്സ് ആയിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്യും. 4 ലേയേഴ്സ്. ഈ 4 ലേയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതില് ഏറ്റവും ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ്
chlorophyll B. Next, chlorophyll A. Next one, xanthophyll. And the top one is carotene. ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ലീഫിൽ ഈ 4 പിഗ്മെന്റ്സും പ്രസന്റ് ആണ്. അതാണ് നമ്മൾ ഈ ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻ. ഏതൊക്കെയാണ് 4 പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എ, xanthophyll and carotene. ഇവിടെ ഓരോ പിഗ്മെന്റ്സും ഓരോ ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദെയർ solubility in the organic solvent. ഈ 4 പിഗ്മെന്റും ഓർഗാനിക് സോൾവെന്റിൽ എത്രമാത്രം സോല്യബിൾ ആണ് അതിനനുസരിച്ചാണ് ഇവ സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സോല്യബിൾ ആയ മോളിക്യൂൾ ആണ് ഈ സ്പോട്ടിൽ നിന്ന് ഏറ്റവും ദൂരെ ഫാർ അവേ നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് സോല്യബിൾ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഇസ് കെരോട്ടിൻ. നെക്സ്റ്റ് ഗോസ് ടു xanthophyll, then chlorophyll A, and the least soluble one is chlorophyll B. ഇത്തരത്തിൽ നമ്മൾ ലീഫ് പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ പേപ്പറിൽ നമുക്ക് ഇതിന്റെ ലെയേഴ്സ് ഡിഫറെന്റ് കളർ ബാൻഡുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് കളർഡ് ബാൻഡ് ഓർ ദിസ് paper strip after this experiment is called a chromatogram. So chromatography is an experiment used to separate the leaf pigments using organic solvent. Clear? Next we will discuss about the major photosynthetic pigments. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് തന്നെ 4 പ്രധാനപ്പെട്ട photosynthetic pigments ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. The major photosynthetic pigments present in higher plants and algae are chlorophylls and carotenoids. Chlorophylls are present in all higher plants and algae. എന്നാൽ photosynthetic bacteria instead of this type of chlorophyll, you may see bacteriochlorophyll. But in higher plants and algae, you can see normal chlorophylls. So what is the characteristic feature of chlorophyll molecule? Chlorophyll molecule is synthesized by the help of the essential element magnesium. In the chapter Mineral Nutrition, we have discussed about macronutrients and micronutrients and their role in plant growth and development. So, magnesium is essential for the synthesis of chlorophylls in higher plants. Or the chlorophyll molecule consists of a magnesium atom in their central core. Chlorophylls are of different types. They are chlorophyll A, we will write like this, chlorophyll B, chlorophyll C, D, etc. The most important chlorophylls found in higher plants are chlorophyll A and chlorophyll B. When we have analyzed the chromatogram, we saw 2 separate bands of chlorophyll B and chlorophyll A. ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെന്റ് ചെയ്ത് അതിലെ ക്രോമാറ്റോഗ്രാം നമ്മൾ പരിശോധിച്ചപ്പോൾ അതിൽ 2 ഡിഫറെന്റ് ബാൻഡ് നമ്മൾ കാണുകയുണ്ടായി. ആ ബാൻഡ്സിൽ ഏറ്റവും താഴെ കാണപ്പെട്ട ബാൻഡ് ക്ലോറോഫിൽ ബി ആണ്. തൊട്ടു മുകളിൽ കാണപ്പെട്ട ബാൻഡ് ക്ലോറോഫിൽ എയുടേതാണ്. ക്ലോറോഫിൽ എയുടെയും ക്ലോറോഫിൽ ബിയുടെയും ബേസിക് ആയ ഡിഫറൻസസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ഡിഫറൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് അതിന്റെ മോളിക്കുലാർ ഫോർമുലയും അതിന്റെ സ്ട്രക്ചറും തന്നെയാണ്. We will discuss the other differences except molecular structure. Chlorophyll A is green or blue-green in color. Chlorophyll B is yellow-green in color. This is the first difference. Next difference, chlorophyll A is the universal or chief photosynthetic pigment. This is the chief photosynthetic pigment. Chlorophyll B are considered as accessory pigments. We will discuss about the accessory pigments next. Photosynthetic pigments are mainly classified into chlorophylls and carotenoids. Chlorophylls are green in color. They have the shades of green.
Carotenoids are colored pigments other than green. They absorb light of various wavelengths. ഇതിൽ ഓരോ പിഗ്മെന്റുകളും ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. കെരോട്ടിനോയിഡ്സ് ഹയർ പ്ലാന്റ്സിൽ പ്രധാനമായും 2 ടൈപ്സ് ആണ് കാണപ്പെടുന്നത്. ഒന്ന് xanthophyll. Second one is carotene. The color of xanthophyll is yellow. The color of carotene is orange red or orange in color. പ്ലാന്റ്സില് ലീവ്സില് മാത്രമല്ല, പ്ലാന്റ്സിന്റെ മറ്റു പ്രൊഡക്റ്റുകളായ ഫ്രൂട്ട്സില്, ഫ്ലവറിന്റെ പെറ്റൽസില്, ഇതിലെല്ലാം തന്നെ വാരിയസ് കളേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത് ഇത്തരം കെരോട്ടിനോയിഡ്സിൽ നിന്നാണ്. So these are the 4 major photosynthetic pigments present in higher plants. ഏതൊക്കെയാണ്? chlorophyll A, chlorophyll B, xanthophyll and carotene. ഇവിടെ chlorophyll A is considered as the universal or the chief photosynthetic pigment. Others are considered as accessory pigments. ബാക്കിയുള്ള 3 പിഗ്മെന്റ്സിനെയും ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് അതിന് ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള റീസൺ? ഇവിടെ ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരോട്ടിൻ ഈ 3 പിഗ്മെന്റുകളും എക്സ്ട്രാ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ബിക്കോസ് ദേ അബ്സോർബ് ലൈറ്റ് ഓഫ് വാരിയസ് വേവ് ലെങ്ത്സ്. ക്ലോറോഫിൽ എക്ക് 2 ടൈപ്പ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് 680 നാനോമീറ്റർ ഉള്ള ലൈറ്റിനെയും അല്ലെങ്കിൽ 700 നാനോമീറ്റർ ഉള്ള ലൈറ്റിനെയും. ഇതിന് രണ്ടിനെയും മാത്രമാണ് ക്ലോറോഫിൽ എ മോളിക്യൂൾസിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളെല്ലാം തന്നെ, ലൈറ്റ് റേഡിയേഷൻസിനെ എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നത് ഈ 3 പിഗ്മെന്റുകളാണ്. ഈ 3 പിഗ്മെന്റുകൾ ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അതിനെ ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ്. ഇവിടെ ലൈറ്റ് റിയാക്ഷന്റെ ഏറ്റവും എസെൻഷ്യൽ ലൈറ്റ് റിയാക്ഷൻ. ഫോട്ടോസിന്തസിന് 2 സ്റ്റെപ്പുകളുണ്ട്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യണം. ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നതിന് ഈ 3 പിഗ്മെന്റ്സും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സോ ദീസ് പിഗ്മെന്റ്സ്, ദി ആക്സസറി പിഗ്മെന്റ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആക്സസറി പിഗ്മെന്റ്സ് അബ്സോർബ് ലൈറ്റ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്, എന്നിട്ട് ഇതിനെ ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ, ദേ പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. എന്താണ് ഫോട്ടോ ഓക്സിഡേഷൻ എന്ന് അടുത്തതായിട്ട് നോക്കാം. ക്ലോറോഫിൽ എ മോളിക്യൂൾസിന് 680 നാനോമീറ്ററും 700 നാനോമീറ്ററും ഉള്ള ലൈറ്റിനെ മാത്രമാണ് ട്രാപ്പ് ചെയ്യാൻ സാധിക്കുക. അതിനു മുകളിൽ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി വരികയാണെങ്കിൽ ക്ലോറോഫിൽ എ മോളിക്യൂൾസ് ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഡാമേജിനെ ഫോട്ടോ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ക്ലോറോഫിൽ എക്ക് നേരിട്ട് ഹൈലൈറ്റ് ഇന്റൻസിറ്റി കിട്ടാതിരിക്കുവാൻ ഈ 3 പിഗ്മെന്റുകളാണ് സഹായിക്കുന്നത്. ഈ 3 പിഗ്മെന്റുകൾ ഹൈലൈറ്റ് ഇന്റൻസിറ്റി ഒക്കെ വരികയാണെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുകയോ ക്ലോറോഫിൽ എനെ ഫോട്ടോ ഓക്സിഡേഷൻ എന്ന ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഒരു ഗ്രീൻ പ്ലാന്റിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റിലെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹീറോ ആണ് ക്ലോറോഫിൽ എ. കാരണം ക്ലോറോഫിൽ എ ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ അവിടെ തടസ്സപ്പെടും. നിർബന്ധമായിട്ടും ക്ലോറോഫിൽ എ അവിടെ ആവശ്യമാണ്. സോ ഫസ്റ്റ് വൺ ഇസ് ക്ലോറോഫിൽ എ. Other pigments like chlorophyll B and carotenoids are considered as the accessory photosynthetic pigments. Solar radiations are classified into 3 groups. First one is short wavelength radiations. Short wavelength radiations include UV rays, X-rays, etc. Next type is visible spectrum. Visible spectrum is the wavelength of light which is visible for us. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന സോളാർ റേഡിയേഷൻസിന്റെ സ്പെക്ട്രത്തിനെയാണ് വിസിബിൾ സ്പെക്ട്രം എന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. വിസിബിൾ സ്പെക്ട്രത്തിന്റെ റേഞ്ച്
390 നാനോമീറ്റർ ടു 760 നാനോമീറ്റർ ആണ്. ഈ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The last group is long wavelength radiations. Long wavelength radiations include infrared radiations, etc. നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമാവുന്ന സോളാർ റേഡിയേഷൻസിനെ വിസിബിൾ സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. അതിന്റെ റേഞ്ച് 390 നാനോമീറ്റർ ടു 760 നാനോമീറ്റർ ആണ്. വിസിബിൾ സ്പെക്ട്രത്തിനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോലെ ഡിസ്പേർഷൻ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 7 കളേഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതർവൈസ് വിസിബിൾ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. ഏതൊക്കെയാണ്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഈ കൂട്ടത്തില് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് ആർക്കാണ്? വയലറ്റിനാണ്. ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് ആർക്കാണ്? റെഡ് ലൈറ്റിനാണ്. ഇവിടെ 390 നാനോമീറ്റർ ടു 760 നാനോമീറ്റർ ആണ് വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ലൈറ്റ് വേവ് ലെങ്ത്തിന്റെ റേഞ്ച്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ഓഫ് ലൈറ്റ് ആണ് ഗ്രീൻ പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെയാണ് ഗ്രീൻ പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്? ക്ലോറോഫിൽസും കെരോട്ടിനോയിഡ്സും. ഇതില് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ് ഫോട്ടോസിന്തസിന് ആക്ടിവേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻസ് ഓർ PAR. ഗ്രീൻ പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ഉള്ള വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ലൈറ്റിനെയാണ്. ഇതില് മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 റീജിയൻസിലാണ്. ഒന്ന് ബ്ലൂ ലൈറ്റിലും പിന്നൊന്ന് റെഡ് ലൈറ്റിലും. ഇതിനെ പ്രൂവ് ചെയ്യുന്ന ഒട്ടേറെ എക്സ്പെരിമെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്.